ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ. ഈ റബ്ബർ ടാപ്പിങ്ങിൻ്റെ ഒക്കെ ഒരു വീഡിയോ ഷോർട്സ് ആയിട്ട് ഇട്ടപ്പോൾ ഒരാൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊരു ലോങ് വീഡിയോ ആയിട്ട് ഇടാമോ എന്ന്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ റബ്ബർ ടാപ്പ് ചെയ്യുന്നത്. സാധാരണ നല്ല വെളുപ്പിനെയാണ് റബ്ബർ ടാപ്പിംഗ് ചെയ്യുക. എൻ്റെ വാപ്പിച്ചി രാവിലെ 4:45 5 മണിക്കൊക്കെ ആട്ടോ റബ്ബർ ടാപ്പ് ചെയ്യാനായിട്ട് വീട്ടിൽ നിന്ന് പോകുന്നത്. ആ സമയത്ത് ടാപ്പ് ചെയ്യുമ്പോൾ നല്ല വെയിലാകുന്നതിന് മുമ്പ് തന്നെ ഈ ചിരട്ട നിറയെ പാല് ഊറിക്കൂടും. റബ്ബർ ടാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേക രീതിയിൽ പണി കഴിപ്പിച്ചിട്ടുള്ള കത്തിയാണ് ഉപയോഗിക്കുന്നത്. ആ കത്തി ഉപയോഗിച്ച് റബ്ബറിൻ്റെ തൊലി ചെറുതായിട്ട് മുറിച്ചു മാറ്റുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഊറി വരുന്ന പാല് ബക്കറ്റിലോ മറ്റോ ശേഖരിച്ച് വീട്ടിലെത്തിക്കും. ശേഷം അതിലേക്ക് ഈ ഫോമിക് ആസിഡ് ഒരു നിശ്ചിത അളവിൽ ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് ഡിഷിലേക്ക് പകർത്തി ഒഴിക്കും. ആ ഒരു പ്രോസസ്സിൻ്റെ വീഡിയോ എനിക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പം അതൊന്ന് ക്ഷമിച്ചൊക്കെ. രാവിലെ ടാപ്പ് ചെയ്ത ശേഷം ഉച്ചയ്ക്ക് ഒരു 11 മണി 12 ആകുമ്പോഴത്തേക്കും പാല് ശേഖരിച്ച് വീട്ടിലെത്തിക്കും. ശേഷം അത് ഉറച്ച് വെച്ച് ഒരു 2 മണി 3 മണി ആകുമ്പോഴത്തേക്കുമാണ് ഇങ്ങനെ ഉറച്ചിരിക്കുന്ന റബ്ബർ പാല് കൊട്ടയിലേക്ക് മാറ്റി കൊണ്ടുപോകുന്നത്. ഈ കൊണ്ടുപോകുന്നത് ഷീറ്റാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഡിഷിൽ ബാക്കിയിരിക്കുന്ന ആസിഡാണ് ശേഖരിച്ച് മറ്റൊരു ബക്കറ്റിലേക്ക് പകർത്തി ഒഴിക്കുന്നത്. ഈ ബാക്കി വരുന്ന ആസിഡ് പിറ്റേ ദിവസത്തേക്ക് ഉപയോഗിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഞങ്ങളുടെ വീട്ടിൽ ഈ റബ്ബർ ഷീറ്റ് അടിക്കുന്ന മെഷീൻ പുറയില്ല. താഴെ മൂത്താപ്പാടെ വീട്ടിലാണ് കേട്ടോ ഈ ഒരു പുറയുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് ഇത് എടുത്തുകൊണ്ട് പോയിട്ട് അവിടെ വെച്ചാണ് റബ്ബർ ഷീറ്റാക്കുന്നത്. ഇതാണ് മെഷീൻ പുര. ഇവിടെ 2 മെഷീനാണ് ഉള്ളത്. ആദ്യത്തെ മെഷീനിലൂടെ റബ്ബർ ഷീറ്റ് കടത്തിവിട്ട് ഒന്ന് മയപ്പെടുത്തിയെടുക്കാനും രണ്ടാമത്തെ മെഷീൻ ഉപയോഗിക്കുന്നത് അതിലൊരു അച്ചു വരുത്താനും വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് നിശ്ചിത സമയത്ത് ഇതിനുള്ളിൽ ഗ്രീസും വേണ്ട ഓയിലെല്ലാം ഇട്ടുകൊടുത്ത് നല്ല രീതിയിൽ ഇത് കെയർ ചെയ്ത് പോരണം. ഈ മെഷീൻ പ്രവർത്തിപ്പിക്കുമ്പോൾ ചെറിയൊരു അശ്രദ്ധ ഉണ്ടായെങ്കിൽ പോലും അത് വലിയൊരു അപകടത്തിലേക്ക് നയിക്കും കേട്ടോ. നമ്മുടെ കയ്യോ വിരലുകളോ ഒക്കെ ചതയാനും അറ്റുപോകാനും വരെ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ സൂക്ഷിച്ച് വേണം ഈ ഒരു മെഷീൻ പ്രവർത്തിപ്പിക്കാൻ. 2 കൈകൾ കൊണ്ടും ഉറച്ചു വെച്ചിരിക്കുന്ന റബ്ബർ പാല് ഈ മെഷീൻ്റെ ഉള്ളിലേക്ക് കടത്തിവിട്ട ശേഷം വലത് കൈകൊണ്ടാണ് ഈ മെഷീൻ പ്രവർത്തിപ്പിക്കുന്നത്. ആഴ്ചയിൽ 2-3 ദിവസം മാത്രമാണ് നമ്മളുടെ ഇവിടെ റബ്ബർ ടാപ്പിംഗ് ഉള്ളൂ കേട്ടോ. ഈ ഇരിക്കുന്നത് മൂത്താപ്പാക്ക് അടിക്കാനുള്ള റബ്ബർ ഷീറ്റുകളാണ്. ഞാൻ പറഞ്ഞില്ലേ എങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ് എന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഈ റബ്ബർ പുരക്കൊക്കെ ഉണ്ടല്ലോ, എന്നേക്കാൾ പ്രായമുണ്ട്. ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഇവർക്ക് വർഷങ്ങളായിട്ട് റബ്ബർ ടാപ്പിംഗ് ഉണ്ടായിരുന്നു. അന്നൊക്കെ ഓരോ ആൾക്കാരെ ഏൽപ്പിച്ചിട്ടായിരുന്നു റബ്ബർ ടാപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഷീറ്റ് അടിക്കുന്ന പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് വെള്ളം ഒഴിച്ച് കഴുകി വൃത്തിയാക്കി വെക്കും. അടുത്ത ആൾക്ക് അല്ലെങ്കിൽ ഇത് ഷീറ്റ് അടിക്കാൻ വരുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. മാത്രമല്ല കേട്ടോ, ഈ റബ്ബർ ഷീറ്റ് അടിക്കുന്നതിന് മുമ്പ് നമ്മൾ ആസിഡ് ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ ആസിഡിൻ്റെ അംശമൊക്കെ ഈ മെഷീനിൽ പറ്റി ചേർന്നിരുന്നിട്ടുണ്ടെങ്കിൽ ഇത് മെഷീൻ കേടാക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അത് കഴുകി വൃത്തിയാക്കി മാറ്റുന്നത്. അങ്ങനെ അടിച്ചെടുത്ത ഷീറ്റുകൾ എല്ലാം കൊട്ടയിലേക്ക് മാറ്റുകയാണ് കേട്ടോ. ഇനി ഇത് നേരെ വീട്ടിൽ ചെന്ന് വെയിലത്തോട്ടിട്ട് ഒന്ന് ഉണക്കിയെടുക്കും. ശേഷം പുകയിലേക്കിട്ട് ഉണക്കിയെടുക്കാറാണ് പതിവ് കേട്ടോ. സാധാരണ ഷീറ്റ് ഉണങ്ങാനായിട്ട് പ്രത്യേകം പുകപ്പുരയെല്ലാം നിർമ്മിക്കാറുണ്ട്. നമ്മുടെ ഇവിടെ അടുപ്പ് കത്തിക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ തന്നെ ഇട്ട് ഉണങ്ങിയെടുക്കാറാണ് ചെയ്യുന്നത്.